അറിവമ്മ അലിവമ്മ അമൃതമ്മ. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മാതൃഭാഷ പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. വീട്ടിൽ സംസാരിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കണം. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിവും അഭിമാനവും ഉണ്ടാകത്തക്ക വിധം വേണം കുട്ടികളെ വളർത്തുവാൻ. അമ്മയുടെ വാക്കുകളിലൂടെ മാതൃഭാഷയെ അറിയുവാൻ നമുക്കാകട്ടെ. ഭുവനേശ്വരി ഭവാനി ഭുവനേശ്വരി ഭവാനി. ദേവീ ചൈതന്യം മനുഷ്യജീവിതത്തിൽ അനുഭവമാകുന്ന ഇടങ്ങളാണ് കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങൾ. ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൂറ്റാണ്ടുകളുടെ വിശ്വാസവും ചേർന്ന് ആത്മീയതയുടെ ദീപം തെളിയിക്കുന്ന അനേകം ക്ഷേത്രങ്ങളിൽ അതുല്യമായ സ്ഥാനമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ മേക്കങ്കര നീലകേശി മുടിപ്പുരയ്ക്കുള്ളത്. 3 ക്ഷേത്രങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായ ഒരു ദിവ്യദർശനത്തിന്റെ കഥയും ദക്ഷിണ കേരളത്തിൽ പ്രസിദ്ധമായ ദിക്കുബലിയും പറന്നേറ്റും തലമുറകളിലൂടെ കൈമാറി വന്ന അനുഷ്ഠാന സമ്പത്തും ഈ ക്ഷേത്രത്തെ വേറിട്ടതാകുന്നു. അടിയങ്ങൾക്കേകണമാശ്രയം നീ, അടിയങ്ങൾക്കേകണമാശ്രയം നീ, ഭുവനേശ്വരി ഭവാനി. ഒരിക്കൽ വെങ്ങാനൂർ പുത്തളത്തെ വലിയ കാരണവരുടെ സന്നിധിയിലേക്ക് 2 സ്ത്രീകളെത്തി. അവർ കുടിക്കാൻ ഒരു കരിക്ക് ചോദിച്ചു. കാരണവർ ഭക്തിപൂർവം ഒരു കരിക്ക് നൽകി. കരിക്കുവെള്ളം കുടിച്ച ഉടൻ തന്നെ ആ സ്ത്രീകൾ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് അപ്രത്യക്ഷരായി. ദിവസങ്ങൾക്ക് ശേഷം കാരണവർക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ആ ദിവ്യദർശനത്തിൽ ആ സ്ത്രീകൾ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനം നൽകി പ്രതിഷ്ഠിക്കണം എന്നാവശ്യപ്പെട്ടു. ആ സ്വപ്ന ദർശനത്തെ ദൈവകൽപ്പനയായി സ്വീകരിച്ചാണ് ഈ പ്രദേശത്ത് 3 ദേവീ സങ്കേതങ്ങൾ രൂപം കൊണ്ടതെന്നാണ് വിശ്വാസം. 4 യുഗങ്ങളെ കാവൽ നിർത്തുന്ന സ്നേഹമാധുര്യമാം തണലിൽ, 4 യുഗങ്ങളെ കാവൽ നിർത്തുന്ന സ്നേഹമാധുര്യമാം തണലിൽ. വിശാലമായ ചുറ്റുമതിലിനുള്ളിലാണ് മുടിപ്പുര. ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠ നീലകേശി തിരുമുടിയാണ്. ചുറ്റും അഴികളോടുകൂടിയ നാലമ്പലം, ചന്തത്തിൽ തൂങ്ങുന്ന അനേകം തൂക്കുവിളക്കുകൾ, മുന്നിൽ മനോഹരമായ നടശാല. ഭവാനി കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ കാളീ സങ്കൽപ്പ നടയിൽ, കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ കാളീ സങ്കൽപ്പ നടയിൽ. 4 വേദങ്ങളെ നാവിലുണർത്തുന്ന സർവവിജ്ഞാനത്തിൻ നിറവിൽ. രാവിലെ 6 മുതൽ 9 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമാണ് ക്ഷേത്രനട തുറക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷത വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട വാഴ്ത്തിമാർ എന്നറിയപ്പെടുന്ന കൊല്ലന്മാരാണ് പൂജ നിർവഹിക്കുന്നത്.
കേരളത്തിലെ അപൂർവമായ ആരാധനാ പാരമ്പര്യങ്ങളിൽ ഒന്നാണിത്. ആശ്രയമേകണം നീ ഭുവനേശ്വരി ഭവാനി പരമേശ്വരി ശിവാനി. അവിടുത്തെ തൃപ്പാദം തേടി വന്നെത്തിടും അടിയങ്ങൾക്കേകണമാശ്രയം നീ. അടിയങ്ങൾക്കേകണമാശ്രയം നീ ഭുവനേശ്വരി ഭവാനി. രാമായണത്തിൽ മംഗളാചരണം, അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത ദേവതാവന്ദനങ്ങളും പ്രാർത്ഥനകളും ഗുരുവന്ദനങ്ങളുമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ അധ്യാത്മരാമായണ കർത്താവായ വ്യാസഭഗവാനെ വന്ദിച്ചു. തുടർന്ന് മൂല രാമായണ കർത്താവായ വാൽമീകി മഹർഷിയെ വന്ദിക്കുകയാണ്. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തിരികെപ്പോഴും വന്ദിക്കുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കാൽ, മറ വേദം, നാൻമറ 4 വേദം. വേദം ഏകസ്വരൂപമാണ് എങ്കിൽ തന്നെയും ലക്ഷണഭേദം കൊണ്ട് അവ പിരിക്കപ്പെട്ടു. അങ്ങനെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും എന്ന് 4 വിഭാഗങ്ങളിലാണ് വേദം നിലകൊള്ളുന്നത്. സനാതന ധർമ്മമൂലം. അങ്ങനെയുള്ള 4 വേദങ്ങളെയും നേരെ വ്യാഖ്യാനിക്കുന്നതായ, വിസ്തരിക്കുന്നതായ, ലളിതമായി വേദത്തിൻ്റെ താൽപ്പര്യത്തെ ജനങ്ങളെ ബോധിപ്പിക്കുന്നതായ രാമായണം, അതാണ് നാൻമറനേരായ രാമായണം. അങ്ങനെയുള്ള രാമായണത്തെ ചമച്ചതുകൊണ്ട് നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തിയ, നാൻമുഖനുള്ളിൽ ബ്രഹ്മാവിനുള്ളിൽ വളരെ വലിയ ബഹുമാനത്തെ ഉണ്ടാക്കി തീർത്ത വാൽമീകി മഹർഷി എങ്ങനെയുള്ള കവിശ്രേഷ്ഠനാകിയ മഹാമുനി, കവിശ്രേഷ്ഠനായ, ആദികാവ്യം രചിച്ച എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആദ്യത്തെ ശ്ലോകം രചിച്ച. അതിനു മുമ്പ് മന്ത്രങ്ങളുണ്ട്, പക്ഷേ ലൗകികമായി വൃത്തനിബദ്ധമായി ആദിമ ശ്ലോകം വാൽമീകീയത്തിലെ ശ്ലോകമാണ്. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമാഹ എന്ന് തുടങ്ങുന്ന ശ്ലോകം. അങ്ങനെയുള്ള ആദി ശ്ലോകം, ആദികാവ്യം രചിച്ച മഹാമുനി രാമായണ രചന കൊണ്ട് തന്നെ ബ്രഹ്മാവിനുള്ളിൽ വലിയ സന്തോഷത്തെ ഉണ്ടാക്കി തീർത്ത, അങ്ങനെ അത്യന്തമായ സന്തോഷം ബ്രഹ്മാവിന് തോന്നിയതുകൊണ്ടാണ് ബ്രഹ്മാവ് വാൽമീകിയോട് രാമായണം മുഴുവൻ വിസ്തൃതമായി എഴുതാൻ ആവശ്യപ്പെട്ടത്. എന്ന് മാത്രമല്ല, ഭൂമിയിൽ സമുദ്രങ്ങളും പർവ്വതങ്ങളുമുള്ള കാലത്തോളം രാമായണം പ്രചരിക്കുമെന്ന് അനുഗ്രഹിച്ചതും ബ്രഹ്മാവാണ്. യാവസ്ഥാസ്യന്തി ഗിരയ സമുദ്രാശ്ച മഹീതലേ
താവത് രാമായണ ഗാഥേയം ലോകേഷു പ്രചരിഷ്യതി എന്നാണ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചത്. അപ്പം അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ, നാൻമുഖനുള്ളിൽ വളരെ ബഹുമാനത്തെ ഉണ്ടാക്കി തീർത്ത വാൽമീകിയാകുന്ന കവിശ്രേഷ്ഠനെ, അങ്ങനെയുള്ള മഹാമുനിയെ ഇതാ എപ്പോഴും വന്ദിക്കുകയാണ്. ഞാൻ എപ്പോഴും വന്ദിക്കുന്നു. എന്തിനാണ് വന്ദിക്കുന്നത്? എപ്പോഴും മമ വരം തരിക, എനിക്ക് വരത്തെ തരണം, ശ്രേഷ്ഠമായതിനെ തരണം. വരം വരിക്കപ്പെടുന്നത്, വരം ശ്രേഷ്ഠം. അപ്പോൾ തനിക്ക് ശ്രേഷ്ഠമായതിനെ തരണം. ആദികവിയെ ആദരിച്ചുകൊണ്ട്, ആദികവിയെ നമിച്ചുകൊണ്ട്, ആദികവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കവിതാരചന ആരംഭിക്കുകയാണ്. ഇപ്പോൾ സർവ കവികൾക്കും മൂലമായ അനുഗ്രഹസ്ഥാനം അതാണ് വാൽമീകിയുടെ സ്ഥാനം. അത് കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയെ ഞാനിതാ നമസ്കരിക്കുന്നു. എനിക്കെപ്പോഴും വരം തരണമേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. സദാകാലവും എപ്പോഴും രാമനാമത്തെ ജപിച്ച് കഴിയുന്ന മഹേശ്വരൻ. എങ്ങനെയുള്ള മഹേശ്വരൻ? കാമനാശനൻ, കാമദേവനെ നശിപ്പിച്ചവനായ, കാമദേവനെ ഭസ്മീകരിച്ചവനായ മഹേശ്വരൻ. അവിടെ കാമനാശനൻ എന്ന് പറഞ്ഞ ഉടനെ പറയുകയാണ് ഉമാവല്ലഭൻ. ഉമയുടെ, പാർവതീദേവിയുടെ വല്ലഭൻ, ലോകൈക സുന്ദരിയായ പാർവതീദേവി. ആ പാർവതീദേവിയുടെ തപോനിഷ്ഠയെ കാണിക്കുന്ന പേരാണ് ഉമ എന്ന പേര്. പുത്രിയായതുകൊണ്ട് പാർവതി. അതേസമയത്ത് ഘോരമായ തപസ്സിന് പുറപ്പെട്ട് ഗൃഹത്യാഗം ചെയ്ത് ഏകാകിനിയായി യാത്ര ചെയ്യുന്ന മകളെ അമ്മ തിരിച്ചു വിളിച്ചു, പോവരുതേ പോവരുതേ എന്ന്. അങ്ങനെ ഉമാ എന്ന് ഉമാനാമം പ്രസിദ്ധമായി. അപ്പോൾ പാർവതിയുടെ ഉമാനാമം തപസ്സിനെ, ശ്രേഷ്ഠമായ തപസ്സിനെ കാണിക്കുന്നതാണ്. ആ തപസ് കൊണ്ടാണ് കാമനാശനനാണെങ്കിലും മഹേശ്വരൻ ഉമയെ വരിച്ചത്. തപസ്സിൻ്റെ മഹിമ കൊണ്ടാണ് ഉമയെ ശിവൻ വരിച്ചത്. അത് സൂചിപ്പിക്കുകയാണ് ഉമാനാഥനായ. അപ്പോൾ കാമനാശനനുമാണ് ഉമാനാഥനുമാണ്. അങ്ങനെയുള്ള മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ. ശ്രീ മഹാദേവൻ അവൻ പരമേശ്വരനാണ്, സർവേശ്വരനാണ്, സകല ഈശ്വരന്മാർക്കും ഈശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാൻ പരമശിവൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. എൻ്റെ മനസ്സിൽ നിരന്തരം താമസിക്കാൻ ഞാനിതാ നമസ്കരിക്കുകയാണ്. ആ ഭഗവാൻ പരമശിവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. നാരദ പ്രമുഖന്മാരാകിയ മുനികളും, ദേവർഷിയായ നാരദൻ തുടങ്ങിയ എല്ലാ മഹർഷി വര്യന്മാരും വാരിജ ശരാരാതി പ്രാണനാഥയും, വാരിജം താമര, വാരിജമാകുന്ന ശരത്തോടൊത്തവൻ വാരിജശരൻ. വാരിജശരൻ കാമദേവൻ, കാമദേവൻ്റെ ആരാധി ശത്രു ശിവൻ, ആ ശിവൻ്റെ പ്രാണനാഥ പാർവതി. അപ്പോൾ വാരിജ ശരാരാതി പ്രാണനാഥ എന്ന് പറഞ്ഞാൽ പാർവതീദേവി, പാർവതീദേവിയും വാരിജമകളായ ദേവിയും താമരയിൽ ജനിച്ചവളായ ലക്ഷ്മീദേവിയും
തുണയ്ക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരുടെയും ദേവർഷിയായ നാരദൻ്റെയും മറ്റു മഹർഷിമാരുടെയും എല്ലാം അനുഗ്രഹം ഈ രാമായണ രചനയിൽ എനിക്കുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ശിഷ്ടാചാര ലക്ഷണമായ മംഗളാചരണം. ആ മംഗളാചരണത്തോട് ചേർത്ത് സകല ദേവഗണങ്ങളെയും ഋഷിഗണങ്ങളെയും ഗുരുനാഥന്മാരെയും വന്ദിച്ച് പ്രാർത്ഥിച്ച് ഒരു സമ്പ്രദായത്തെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടാണ് ഇവിടെ രാമായണ രചന ആരംഭിക്കുന്നത്. നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്തേ. ഭഗവാൻ രാമനെ രാവണനെതിരെ യുദ്ധം ചെയ്യാനായി സഹായിച്ചത് വാനരന്മാരുടെ സേനയാണ് എന്ന് നമുക്കറിയാം. ആ വാനര സേനയുടെ രാജാവായിരുന്നു കിഷ്കിന്ധയുടെ അധിപതിയായിട്ടുള്ള സുഗ്രീവൻ. സുഗ്രീവൻ എന്ന പദത്തിനർത്ഥം നല്ല ഭാഗത്തേക്ക് കഴുത്തു നീട്ടിയവൻ എന്നാണ്. നല്ല കരുത്തുള്ളവൻ, ധൈര്യശാലി എന്നൊക്കെ ആ പദത്തിന് അർത്ഥമുണ്ട്. പെട്ടെന്നൊരു നാൾ സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായ ആളല്ല. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയുടെ വധത്തിന് ശേഷമാണ് സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായി മാറുന്നത്. എങ്ങനെയാണ് ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്നത്? അത്യധികം സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന സഹോദരന്മാരായിട്ടുള്ള ബാലിയും സുഗ്രീവനും എങ്ങനെയാണ് വഴക്കിട്ട് പിരിയുന്നത്? ഇതൊക്കെ തന്നെ വിശദമായി രാമായണത്തിൽ പറയുന്നുണ്ട്. ദുന്ദുവി എന്നു പേരുള്ള മായാവിയായിട്ടുള്ള ഒരു അസുരന്റെ തെറ്റിദ്ധാരണ കണക്കാക്കുന്ന ലീലയാണ് ബാലിയെയും സുഗ്രീവനെയും തമ്മിൽ പിരിക്കുന്നത്. തന്നെ ചതിച്ചുകൊണ്ട് തൻ്റെ രാജ്യം സുഗ്രീവൻ നേടിയെടുത്തു എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോഴാണ് ബാലിയെ ഭയന്ന് സുഗ്രീവൻ കിഷ്കിന്ധ വിട്ട് ഋഷ്യമൂകാചലം, അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ബാലികേറാമല എന്ന പർവ്വത പ്രദേശത്തേക്ക് യാത്രയാവുന്നത്. ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു സുഗ്രീവൻ. അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ചും വളരെ രസകരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ സൂര്യന്റെ മകനാണ്. ബാലി ഇന്ദ്രന്റെ മകനാണ്. രണ്ടുപേരുടെയും അമ്മ ഒരാളാണ്. അത് സൂര്യന്റെ സാരഥിയായിട്ടുള്ള അരുണനാണ്. ഒരിക്കൽ സൂര്യന്റെ സാരഥിയായിട്ടുള്ള അരുണന് തോന്നി ദേവലോകത്ത് ചെന്ന് അവിടത്തെ നൃത്തങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്സരസുകളുടെ നൃത്തം കണ്ട് ആനന്ദിക്കാൻ വേണ്ടി അദ്ദേഹം രൂപം മാറി സ്വയം ഒരു ദേവസ്ത്രീയായിട്ട് മാറിയാണ് ദേവലോകത്തേക്ക് ചെന്നത്. ആ അത്യന്തം സൗന്ദര്യവതിയായിട്ടുള്ള അരുണനെ ആ ദേവസ്ത്രീയുടെ രൂപത്തിൽ കണ്ടപ്പോൾ ഇന്ദ്രന് അവളിൽ അതിയായിട്ടുള്ള മോഹം തോന്നുകയും അവർക്കുണ്ടായിട്ടുള്ള കുട്ടിയാണ് ബാലി. അങ്ങനെയാണ് ബാലി ഇന്ദ്രാത്മജനാവുന്നത്. ഈ വിവരം സൂര്യദേവൻ അറിയുകയും അദ്ദേഹം ഇതേ അരുണനോട് എനിക്കും അങ്ങയുടെ ആ സ്ത്രീരൂപം കാണണം എന്നാവശ്യപ്പെടുകയും ആ രൂപത്തിൽ വളരെയധികം മോഹം തോന്നിയ സൂര്യന് ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് സുഗ്രീവൻ. അങ്ങനെയാണ് അരുണന്റെ മക്കളായിട്ടുള്ള രണ്ടുപേരും, ബാലിയും സുഗ്രീവനും, ഭൂമിയിലേക്ക് വരുന്നത്. അവർ ആദ്യകാലത്ത് അഹല്യയുടെ ആശ്രമത്തിലാണ് വളർന്നത് എന്നൊക്കെ പ്രക്ഷിപ്തമായി പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ തെറ്റിദ്ധാരണ മൂലം ഏട്ടനെ ഭയന്ന് ഋഷിമുഖാചലത്തിൽ ജീവിക്കുന്ന സുഗ്രീവനെ സഹായിക്കാനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി സീതാന്വേഷണ സമയത്ത് എഴുന്നള്ളുന്നത്. ഭഗവാന്റെ കരുത്ത് പരീക്ഷിക്കാനായി 7 കരിമ്പനകളെ ഒറ്റ അസ്ത്രം കൊണ്ട് അങ്ങേക്ക് ഛേദിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന സുഗ്രീവനെ രാമായണത്തിൽ കാണാം. ഒറ്റ അസ്ത്രം കൊണ്ട് തന്നെ 7 ആ കരിമ്പനകളെയും ഭഗവാൻ ഛേദിച്ചു എന്ന് പറയുന്നതിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഒപ്പം തന്നെ കർമ്മത്തെയും ബുദ്ധിയെയും ഭഗവാൻ ഛേദിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പരാക്രമം കണ്ട സുഗ്രീവനാണ് സഖ്യത്തിൽ ഏർപ്പെടുന്നത്. അങ്ങ് രാജ്യം എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ഭാര്യയെ അങ്ങേക്ക് തിരിച്ചു തരാം. ആ സഖ്യത്തിന് ശേഷം രാജ്യം തിരിച്ചു കിട്ടിയ സാക്ഷാൽ സുഗ്രീവൻ ബാലീവധത്തിന് ശേഷം സുഖലോഭങ്ങളിൽ മുഴുകുകയും സീതാന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുകയും ചെയ്തു. ലക്ഷ്മണന്റെ അതിയായിട്ടുള്ള കോപത്തോടു കൂടിയിട്ടുള്ള ശാസന രാമശാസനയായി അവിടെ അറിയിക്കപ്പെടുകയും പിന്നീടാണ് സുഗ്രീവൻ വാനരന്മാരെ മുഴുവൻ വിളിച്ച് സീതാന്വേഷണത്തിനായി പല ദിക്കിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഭാഗം സുഗ്രീവാജ്ഞ എന്നുള്ള പ്രയോഗം കൊണ്ട് വളരെയധികം പ്രസിദ്ധവുമാണ്. അങ്ങനെ എല്ലാ സമയത്തും ഭഗവാനോടൊപ്പം സഞ്ചരിച്ച് ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്ത് സാക്ഷാൽ സീതാമാതാവിനെ
തൻ്റെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിച്ച ഭക്തൻ തന്നെയാണ്, ഭഗവാന്റെ ഏറ്റവും നല്ലൊരു ഭക്തന്റെ ഒരു റോൾ മോഡൽ തന്നെയാണ് സുഗ്രീവൻ. ആ സുഗ്രീവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മന്ത്രിയുമായിട്ടുള്ള കഥാപാത്രമാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി. തൻ്റെ അച്ഛനായിട്ടുള്ള സൂര്യദേവനിൽ നിന്ന് വിദ്യ അഭ്യസിച്ച ഹനുമാനെയാണ് സാക്ഷാൽ സുഗ്രീവൻ തൻ്റെ കൂടെ കൂട്ടിയത്. ഹനുമാനുമായിട്ടുള്ള സംസർഗം, ഹനുമാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് സുഗ്രീവന്റെ ഏറ്റവും വലിയ കൈമുതൽ. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്നായി സുഗ്രീവൻ മാറുന്നു. അദ്ദേഹത്തിന്റെ പത്നിയാണ് രുമ. സുഗ്രീവന്റെ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പരാജയങ്ങൾ ഉണ്ടായി. സ്വന്തം ജ്യേഷ്ഠൻ തന്നെ അടിച്ചോടിച്ചു. നിരന്തരം ഭയന്ന് ദൂരദേശത്ത് മാറിക്കഴിയേണ്ടി വന്നു. ജീവിതത്തിൽ ഉടനീളം പരാജയം മാത്രം. എപ്പോഴാണ് പരാജയങ്ങളിൽ നിന്ന് സുഗ്രീവന് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറാൻ സാധിച്ചത്? എപ്പോഴാണോ രാമനുമായിട്ട് സഖ്യം ചെയ്തത്, അപ്പം മുതലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, പരാജയങ്ങളെ മറികടക്കാൻ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ആത്മാരാമനുമായി സഖ്യത്തിലേർപ്പെട്ട് നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സഖ്യം നടക്കുക? അതിന് നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ മനസ്സാകുന്ന ഹനുമാനാണ്. ഹനുമാനുമായിട്ടുള്ള സംസർഗമാണ് സുഗ്രീവനെ രാമനിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിനെ എന്നും നല്ല ചിന്തകളിൽ കൊണ്ടുവന്ന് നമുക്ക് കെട്ടാൻ സാധിക്കുമെങ്കിൽ, നല്ല ചിന്തകളാൽ, നല്ല വാക്കുകളാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏറ്റവും അധികം സമ്പന്നമാക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആത്മാരാമനുമായിട്ടുള്ള നമ്മുടെ സുഗ്രീവ സഖ്യം തീർച്ചയായിട്ടും നടക്കും. അതുകൊണ്ട് ആ സുഗ്രീവാജ്ഞ, സീതാന്വേഷണത്തിന് വേണ്ടി പോവാനായി വാനരന്മാരോട് കൽപ്പിച്ച സുഗ്രീവനെ പോലെ നമുക്കും നമ്മുടെ മനസ്സിനോട് കൽപ്പിക്കാൻ സാധിക്കണം. എന്താണ് കൽപ്പിക്കേണ്ടത്? നിരന്തരം രാമപാദങ്ങളെ ആശ്രയിക്കാൻ, ധർമ്മത്തിനു വേണ്ടി എപ്പോഴും യുദ്ധം ചെയ്യാൻ സന്നദ്ധനാവാൻ നമ്മുടെ മനസ്സിനോടും നമ്മൾ ഓരോരുത്തരും കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാറിയാൽ മാത്രമേ ഭഗവാന്റെ ഭക്തന്മാരുടെ പേരുകൾക്കിടയിൽ നമുക്കും ഒരിടമുണ്ടാകൂ എന്ന് സുഗ്രീവന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ കേവലം ഒരു വാനര കഥാപാത്രമായിട്ട് മാത്രം അവശേഷിക്കാതെ സീതാന്വേഷണത്തിന് വേണ്ടി ഏറ്റവും അധികം പങ്ക് വഹിച്ച കിഷ്കിന്ധയിലെ വാനര രാജാവായിട്ടുള്ള സുഗ്രീവനെ സ്മരിച്ചുകൊണ്ട്, അദ്ദേഹം സീതാന്വേഷണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗങ്ങളെ, അദ്ദേഹത്തിന്റെ കഴിവുകളെ സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു കഥാപാത്രവുമായി വാത്മീകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്തരം വിധിസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരദനിഭ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ. മഹർഷി, എന്താണിത്? പക്ഷികൾ ഭയന്ന് നിലവിളിക്കുന്നു, മൃഗങ്ങൾ പാഞ്ഞോടുന്നു, പ്രകൃതി പോലും ഭയന്ന് കണ്ണു ചിമ്മുന്നു. ദുർനിമിത്തങ്ങളാണല്ലോ ഗുരുദേവ. ഭയപ്പെടേണ്ട, ദുർനിമിത്തങ്ങൾക്കൊപ്പം ശുഭസൂചനകളും കാണുന്നുണ്ട്. ശാന്തനാകൂ മഹാരാജൻ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കൂ. എന്താണ് അച്ഛാ? പ്രപഞ്ചത്തിനാകെ ഒരു മാറ്റം. അവരെല്ലാരും അവിടെ ഭയന്നിരിക്കുകയാണ്. എന്താണെന്ന് വ്യക്തമാകാനിരിക്കുന്നതേയുള്ളൂ. അവരോട് ഭയപ്പെടേണ്ടതില്ലെന്ന് പറയൂ. പരശുരാമൻ, ക്ഷത്രിയ വംശാന്തകൻ ഭാർഗവരാമൻ വീണ്ടും ക്ഷത്രിയ നിഗ്രഹത്തിനുള്ള പുറപ്പാടാണോ മഹർഷി? ഇല്ല, അതാവില്ല. ഇന്ദ്രന് മുന്നിൽ പ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ക്ഷത്രിയ നിഗ്രഹം അവസാനിപ്പിച്ചതല്ലേ? പിന്നെ എന്താവും ഭാവം? ദശരഥ പുത്രൻ രാമൻ, വീരൻ, നീ ശൈവജാപം മുറിച്ച കഥ ഞാൻ അറിഞ്ഞു. അത്ഭുതകരമാണ്, അചിന്ത്യമാണ് നിന്റെ കർമ്മം. ആ വർത്തമാനം കേട്ടാണ് ഈ ചാപവുമായി ഞാൻ എത്തിയത്. ഇത് ഭാർഗവരാമന്റെ ചാപം. ഈ വില്ല് കുലച്ച് തൊടുത്ത് നീ നിന്റെ കരുത്ത് കാണിക്ക്.
മഹർഷി, രാമൻ വെറും ബാലകനാണ്. അങ്ങ് അവനോട് കരുണ കാണിച്ചാലും. രാമ, നീ മുറിച്ചെറിഞ്ഞ ആ വില്ലും ഇതാ ഈ വില്ലും ഒരേ സമയത്ത് വിശ്വകർമാവ് നിർമ്മിച്ചതാണ്. ഒന്ന് ശൈവചാപം, അതു നീ ഓടിച്ചു. ഇത് വൈഷ്ണവചാപം, ഉത്തമവും പരപുരഞ്ജയവുമായ ആയുധം. മഹാത്മൻ, ശൈവജാപത്തോടും വൈഷ്ണവജാപത്തോടും അത് ധരിക്കുന്ന അങ്ങയോടും ഉള്ളു നിറഞ്ഞ ആദരവ് മാത്രമാണ്. ഭൃഗുകുലോത്തമനായ അങ്ങ് ചെയ്ത പ്രവൃത്തികൾ ഞാനും കേട്ടിരിക്കുന്നു. അധർമ്മികളുടെ മേൽ അങ്ങ് നടത്തിയ സംഹാര കർമ്മം ഒരു ക്ഷത്രിയനായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. നമുക്കിടയിൽ ശത്രുഭാവമില്ല. ഇക്ഷ്വാകു വംശ രാജാക്കന്മാർ അധർമ്മികളുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങയുടെ കോപം അനുചിതമാണ് മഹർഷിയെ. ക്ഷത്രിയന്റെ ആയുധം വാക്കല്ല. ഇതാ ഈ വില്ല് കൈക്കൊള്ളൂ, എന്നിട്ട് അസ്ത്രം തൊടുക്കുക. അതിനു സാധിച്ചാൽ നിന്നോട് ഞാൻ ദ്വന്ദ്വയുദ്ധം ചെയ്യും. ഇല്ലെങ്കിൽ നിർദ്ദയം നിന്നെ വധിക്കും. മഹർഷി, ആ വില്ലിങ് തന്നാലും. മഹർഷി, ഋഷി ശ്രേഷ്ഠനായ അങ്ങ് എനിക്കും പൂജ്യനാണ്. അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് നേരെ ബാണം തൊടുക്കാൻ എനിക്കാവില്ല. എങ്കിലും ഈ അസ്ത്രത്തിന് ലക്ഷ്യം പിളർക്കാതെ വയ്യ. അങ്ങയുടെ ധാർമ്മിക സഞ്ചാരത്തെയോ തപോബലത്താൽ അങ്ങ് സമാർജിച്ച പുണ്യലോകത്തെയോ ഈ വൈഷ്ണവാസ്ത്രം നശിപ്പിക്കും. അതേതാണെന്ന് അങ്ങ് നിശ്ചയിക്കൂ. കുമാര, ഞാൻ കീഴടങ്ങുന്നു. എന്റെ സഞ്ചാരത്തെ ഹനിക്കാതെ ഈ അസ്ത്രം കൊണ്ട് ഞാൻ നേടിയ പുണ്യലോകങ്ങൾ അങ്ങ് എടുത്തുകൊള്ളൂ.